ബിസിനസ് സ്റ്റഡീസിന്റെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഡെലിഗേഷൻ നമുക്കറിയാം, ഒരു സ്ഥാപനത്തില് ഒരു സുപ്പീരിയർക്ക് അല്ലെങ്കിൽ ഒരു മാനേജർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന മുഴുവൻ വർക്കും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കില്ല. That is, in an organization, managers are assigned a lot of work and he alone can perform all the tasks. Here the importance of organizing comes. അവിടെയാണ് ഡെലിഗേഷന്റെ പ്രാധാന്യം വരുന്നത്. അതായത് ഒരു സ്ഥാപനത്തില് ഒരു മാനേജർ അദ്ദേഹത്തിന് അസൈൻ ചെയ്തിരിക്കുന്ന മുഴുവൻ വർക്കും അദ്ദേഹത്തിന് ഒരു ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഡെലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയുടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ? വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ? Delegation means the downward transfer of authority from a superior to subordinates. Delegation means the downward transfer of authority from a superior to his immediate subordinate. അതായത് ഒരു സുപ്പീരിയറുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നിശ്ചിത അധികാരം അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിലേക്ക്, കീഴുദ്യോഗസ്ഥരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് നമ്മളെന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ ബിക്കോസ് ഇറ്റ് എനേബിൾസ് എ മാനേജർ ടു യൂസ് ഹിസ് ടൈം ഓൺ ഹൈ പ്രിയോറിറ്റി ഏരിയാസ് ഓർ ഹൈ പ്രിയോറിറ്റി ആക്ടിവിറ്റീസ്. അതായത് ഡെലിഗേഷൻ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ മാനേജർക്ക് അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വർക്കിൽ നിന്ന് റൂട്ടീൻ ആയിട്ടുള്ള വർക്കുകളോ അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളോ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ, അതിനുള്ള അധികാരവും കൈമാറ്റം ചെയ്യുമ്പോൾ മാനേജർക്ക് ഹൈ പ്രിയോറിറ്റി ഉള്ള വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. It can be defined as, അതായത് നമുക്ക് ഡെലിഗേഷനെ ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്യാം. It is a process of entrusting responsibility and authority to the subordinate. It is the process of entrusting എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുക, entrusting the responsibility and authority to a subordinate. ഒരു സബോർഡിനേറ്റിലേക്ക് ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അധികാരത്തെയും ഏൽപ്പിച്ചു കൊടുക്കുന്നു. And create accountability on those employees. അതോടൊപ്പം തന്നെ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അധികാരവും ഉത്തരവാദിത്വവും അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം അവർക്ക് എന്താണ് അക്കൗണ്ടബിലിറ്റി, ആൻസറബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Who are is entrusted responsibility and authority. ആർക്കാണോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൈമാറ്റം ചെയ്തിട്ടുള്ളത് ആ വ്യക്തിക്ക് അക്കൗണ്ടബിലിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. While transferring the authority, the subordinate will have the responsibility to his superior to perform the assigned duty, and he also accountable and he also answerable the level of performance of assigned activities. അതായത് ഒരു മാനേജർ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മാനേജർക്ക് ഒരു ഓർഡർ പ്രോസസ് ചെയ്യാനുള്ള വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുള്ള ആ ഓർഡർ പ്രോസസ് ചെയ്യാനുള്ള അധികാരം ആർക്ക്? അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് മാനേജർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ അസിസ്റ്റന്റ് മാനേജർക്ക് ഓർഡർ പ്രോസസ് ചെയ്യാനുള്ള അധികാരം കിട്ടി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടാവുകയാണ്. ആ ഓർഡർ പ്രോസസ് ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. മാത്രമല്ല, എത്ര ഓർഡറുകൾ പ്രോസസ് ചെയ്തു എന്നതിനുള്ള ഉത്തരം ആർക്ക് നൽകുകയും വേണം? ആ സീനിയർ മാനേജർക്ക് നൽകുകയും വേണം. അപ്പോ
സീനിയർ മാനേജർ അദ്ദേഹത്തിന്റെ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അതിനുള്ള അധികാരവും കൈമാറുന്നു. അപ്പോ ആ അസിസ്റ്റന്റ് മാനേജർക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. മാത്രമല്ല ആ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി, ആൻസറബിലിറ്റിയും കൂടെ ആർക്കുണ്ടാവുകയാണ്? ഈ സബോർഡിനേറ്റിന് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർക്ക് ഉണ്ടാവുകയാണ്. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. Delegation means the downward transfer of authority from a superior to subordinate. Then what are the elements of delegation? അതായത് ഡെലിഗേഷന്റെ എലമെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായും 3 എലമെന്റുകളാണ് നമുക്ക് ഡെലിഗേഷൻ ഉള്ളത്. ഒന്ന് അതോറിറ്റി ആണ്, മറ്റൊന്ന് റെസ്പോൺസിബിലിറ്റി ആണ്, മറ്റൊന്ന് അക്കൗണ്ടബിലിറ്റി ആണ്. These are the 3 elements of delegation. അപ്പൊ ഒന്നാമത് പറയുന്നത് എന്താണ്? അതോറിറ്റിയാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതോറിറ്റി ഈസ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ. അതോറിറ്റി ഈസ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഗിവ് കമാൻഡ്സ് ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ്. അതായത് തീരുമാനമെടുക്കാനുള്ള അധികാരവും നിർദ്ദേശങ്ങൾ നൽകാനുള്ള അല്ലെങ്കിൽ ഓർഡറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരത്തെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതോറിറ്റി മീൻസ്, അതോറിറ്റി ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് പവർ ടു എക്സിക്യൂട്ട് ദം. അതായത് അധികാരം എന്ന് പറയുന്നത് എന്താണ്? ഓർഡറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അവകാശവും അതോടൊപ്പം തന്നെ ആ ഓർഡറുകൾ നടപ്പിലാക്കിയെടുക്കാനുള്ള അധികാരത്തെയുമാണെന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത്. To carry on responsibility needs some authority. അതായത് ഒരാൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായും അവിടെ എന്തുണ്ടാവും? അതോറിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡെലിഗേറ്റഡ് ആൻഡ് ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നമുക്ക് അതോറിറ്റി മാത്രമേ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതോറിറ്റി മാത്രമേ കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. അത് എവിടുന്ന് വരുന്നതാണ്? ടോപ്പ് ടു ബോട്ടം ആണ്. അതായത് ഒരു സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് വരുന്നതാണ്. Then this authority creates the organizational hierarchy. അതായത് ഒരു സ്ഥാപനത്തിന്റെ ശ്രേണി, അതായത് അധികാരത്തിലൂടെയാണ് ഒരു സ്ഥാപനത്തിന് ശ്രേണി ഉണ്ടാകുന്നത്. അതായത് സുപ്പീരിയറും സബോർഡിനേറ്റും എന്ന് പറയുന്ന ശ്രേണി ഉണ്ടാകുന്നത് ഏതിലൂടെയാണ്? അധികാരത്തിലൂടെയാണ്. Then രണ്ടാമത് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് to perform the assigned duties. ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യുന്നതിനുള്ള ഒരു കീഴുദ്യോഗസ്ഥനുള്ള ഒബ്ലിഗേഷനെ, ബാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. It arises from the superiors subordinate relationship. അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. അതായത് സബോർഡിനേറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു പെർഫോം ദ വർക്ക് അസൈൻഡ് ബൈ ദ സുപ്പീരിയർ. അതായത് സുപ്പീരിയർ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വർക്ക് സബോർഡിനേറ്റ് ചെയ്യണം, അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. ദ റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ് എന്നുള്ളതാണ്. അതോറിറ്റി ഡൗൺവേർഡ് ആണെങ്കിൽ, അതോറിറ്റിയുടെ ഫ്ലോ ഡൗൺവേർഡ് ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റിയുടെ ഫ്ലോ എന്താണ്? അപ്വേർഡ് ആണ്. അതോറിറ്റി എനിക്കൊരു, അതായത് അസിസ്റ്റന്റ് മാനേജർക്ക് ഒരു അതോറിറ്റി കിട്ടുന്നു ഓർഡർ പ്രോസസ് ചെയ്യാൻ. ആ ഓർഡർ പ്രോസസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ആരോടുള്ള ഉത്തരവാദിത്വം? സീനിയർ മാനേജറോടുള്ള ഉത്തരവാദിത്വം. അപ്പൊ അതോറിറ്റി സീനിയർ മാനേജറിൽ നിന്ന് താഴേക്ക് വരുമ്പോ റെസ്പോൺസിബിലിറ്റി അതായത് അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. There should be or there must be a parity between authority and responsibility. അതായത് അധികാരവും ഉത്തരവാദിത്വവും തമ്മിൽ എന്തുണ്ടാകണം? പാരിറ്റി ഉണ്ടാകണം, ഈക്വാലിറ്റി ഉണ്ടാകണം. അതോറിറ്റി ഉള്ളതിനനുസരിച്ച് മാത്രമേ ഉത്തരവാദിത്തം പാടുള്ളൂ, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിനനുസരിച്ച് മാത്രമുള്ള അതോറിറ്റി മാത്രമേ അയാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഹിയറാർക്കിയിൽ തന്നെ വളരെയധികം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഹിയറാർക്കി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല.
അടുത്ത എലമെന്റ്, മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി സിംപ്ലി മീൻസ് ദ ആൻസറബിലിറ്റി. That is, accountability means answerable for the final output comes. അതായത് ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വർക്കിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഉത്തരം നൽകാനുള്ള ഒബ്ലിഗേഷനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി ആൾസോ മൂവ് ഫ്രം ബോട്ടം ടു ടോപ്പ്. അതായത് സീനിയർ മാനേജർ ഓർഡർ പ്രോസസ് ചെയ്യാൻ അസിസ്റ്റന്റ് മാനേജറെ ഏൽപ്പിക്കുന്നു. അസിസ്റ്റന്റ് മാനേജർ ആ ഒരു മന്തിന്റെ അവസാനമോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിംഗ് ടൈമില് ആർക്ക് റിപ്പോർട്ട് നൽകണം? സീനിയർ മാനേജർക്ക് റിപ്പോർട്ട് നൽകണം. ഇത്ര ഓർഡർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇത്ര ഓർഡർ പ്രിപ്പയർ ചെയ്തു. അതാണ് ഒബ്ലിഗേഷൻ ടു ഗിവ് ആൻസർ. ഒബ്ലിഗേഷൻ ടു ഗിവ് ആൻസർ മീൻസ് ദ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എന്താണ്? അപ്വേർഡ് ആണ്. അതോറിറ്റി എന്താണ്? ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ഫ്ലോ ആണ് അതോറിറ്റിക്കുള്ളത്. അക്കൗണ്ടബിലിറ്റിക്കും എന്താണ്? റെസ്പോൺസിബിലിറ്റിക്കും അപ്വേർഡ് ഫ്ലോ ആണുള്ളത്. ഇതാണ് മൂന്ന് എലമെന്റുകൾ. അപ്പൊ എന്താണ് ഡെലിഗേഷൻ? Delegation simply means the downward transfer of authority from a superior to subordinate. Then അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ആണ്. എന്താണ് ഡെലിഗേഷന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് മാനേജ്മെന്റ് ആണ്. എഫിഷ്യന്റ് മാനേജ്മെന്റ്. That is, by delegating on the routine work to the subordinates, superior can concentrate on key and important work. This will increase the administrative efficiency or management efficiency of the organization. അതായത് ഒരു സുപ്പീരിയറുടെ അദ്ദേഹത്തിന്റെ റൂട്ടീൻ വർക്കുകൾ ആർക്ക് കൈമാറ്റം ചെയ്യുന്നു? സബോർഡിനേറ്റിന് കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആ മാനേജർക്ക് അല്ലെങ്കിൽ ആ സുപ്പീരിയർക്ക് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് മാറുന്നു. എഫിഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗുണം നമുക്ക് ഏതിലൂടെ കാണാൻ പറ്റും? ഈ ഡെലിഗേഷനിലൂടെ കാണാൻ പറ്റും. The next, second important is that motivate employees. That is, by delegating some of work to the subordinate will have the feeling of recognition. This will motivate the subordinate to do something more. അതായത് ഒരു വർക്ക് സബോർഡിനേറ്റിന് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ സബോർഡിനേറ്റ് ഒരു ഫീലിംഗ് ഉണ്ടാവും. അതായത് എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമ്പോൾ ആ സബോർഡിനേറ്റിന് കൂടുതൽ കാര്യങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് ചെയ്യുന്നതിനുള്ള താല്പര്യം വർദ്ധിക്കുന്നു. അങ്ങനെ എംപ്ലോയീസ് മോട്ടിവേഷൻ ഉണ്ടാകുന്നു. ഏതിലൂടെ? ഡെലിഗേഷനിലൂടെ. The next one is that employee development. That is, by giving some of work to the subordinates, they will have well equipped with that work, and when the need arises, these subordinate can act as a chief officer, that means the superiors, or in the role of superiors. അതായത് സബോർഡിനേറ്റിന് ഓരോ വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സബോർഡിനേറ്റിന് ഇങ്ങനെയുള്ള വർക്കുകളെ കുറിച്ച് നല്ല പരിജ്ഞാനം ലഭിക്കുന്നു, അറിവ് ലഭിക്കുന്നു. അങ്ങനെ സുപ്പീരിയറുടെ അഭാവത്തില് ആ സബോർഡിനേറ്റിന് ആ റോള് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ എംപ്ലോയി ഡെവലപ്മെന്റ്, അതായത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറുടെ റോളിലേക്ക് വളരുന്നു, അല്ലെങ്കിൽ എംപ്ലോയി ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവുകയാണ്. അത് ഏതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്? ഈ ഡെലിഗേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. The next point is that expansion of business. അതായത് ബിസിനസിന്റെ വളർച്ച. If the enterprise expands, well-trained, experienced and competent persons are readily available to take up position. That is, if there is an expansion opportunity, there must have an appropriate personnel to take up the important position. That by giving or by using the delegation process,
I told you there will have the development of manpower or in the part of employees. That developed employees can take up the positions of important levels when the organization need expansion. സ്ഥാപനത്തിന് വളരേണ്ട സമയമാണെങ്കിൽ അവിടെ വിവിധ പൊസിഷനിൽ വിവിധ ആൾക്കാരെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ലോവർ ലെവലില് ഡെലിഗേഷനിലൂടെ ട്രെയിൻഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഉയർന്ന തലങ്ങളിലേക്ക് ആ പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടാം. അങ്ങനെ ഓർഗനൈസേഷൻ എക്സ്പാൻഷൻ പോസിബിൾ ആണ് പ്രോപ്പർ ഡെലിഗേഷൻ നടക്കുകയാണെങ്കിൽ. ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ബെറ്റർ കോർഡിനേഷൻ. സ്ഥാപനത്തില് നല്ല രീതിയിലുള്ള ഏകോപനം സാധ്യമാകും. Delegation enables the managers and subordinates to situations or maintain suitable relationship. This good and suitable relationship helps the organization to create proper coordination of activities. അതായത് ഡെലിഗേഷനിലൂടെ എംപ്ലോയീസ് സുപ്പീരിയർ സബോർഡിനേറ്റ് പ്രോപ്പർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഗുഡ് കോർഡിനേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ റെഡ്യൂസ് വർക്ക് ലോഡ് ഓഫ് മാനേജേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഡെലിഗേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ മാനേജേഴ്സിന്റെ വർക്ക് ലോഡ് കുറയുന്നു. അതായത് മാനേജേഴ്സ് അദ്ദേഹത്തിന് ചില വർക്കുകൾ ആർക്ക് കൈമാറ്റം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റിന് കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ മാനേജേഴ്സിന്റെ വർക്ക് ലോഡ് കുറയുന്നു. മാനേജേഴ്സിന് എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് മാനേജ്മെന്റ് ഹിയറാർക്കി. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡെലിഗേഷൻ ആണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷണൽ ഹിയറാർക്കി, ഓർഗനൈസേഷൻ ഉദ്യോഗ സ്ഥലങ്ങളിലുള്ള ഒരു ശ്രേണി നിർണ്ണയിക്കപ്പെടുന്നത് ഡെലിഗേഷനിലൂടെയാണ്. ചീഫ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സൂപ്പർവൈസർ എന്നൊക്കെ പറയുന്ന ഒരു ശ്രേണിയുണ്ട്. ഈ ശ്രേണി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചീഫ് മാനേജർക്ക് കൂടുതൽ അധികാരങ്ങളുണ്ട്, അദ്ദേഹത്തിന് കുറച്ച് അധികാരങ്ങൾ അസിസ്റ്റന്റ് മാനേജർക്ക് കൈമാറുന്നു. അസിസ്റ്റന്റ് മാനേജർ അദ്ദേഹത്തിന് കുറച്ച് അധികാരങ്ങൾ ആർക്ക് കൈമാറുന്നു? സൂപ്പർവൈസർക്ക് കൈമാറുന്നു. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ അധികാരത്തിന്റെ ശ്രേണി ഉണ്ടാകുന്നത്. അവിടെ ഒരു സ്ഥാപനത്തിന്റെ ഹിയറാർക്കി ഉണ്ടാകുന്നത്, മാനേജറിയൽ ഹിയറാർക്കി ഉണ്ടാകുന്നത്, മാനേജ്മെന്റ് ശ്രേണി ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അപ്പോ എത്രയാണ് 7 തരത്തിലുള്ള പ്രാധാന്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെതായിട്ട് കാണാൻ പറ്റുന്നത്, ഡെലിഗേഷൻ്റെതായിട്ട് കാണാൻ പറ്റുന്നത്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. കാരണം ഒരു ഓർഗനൈസേഷനിലെ മാനേജർക്ക് എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ സാധ്യമല്ല. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടെങ്കിൽ അവിടെ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആവശ്യമാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അവരുടെ കുറെ അധികാരങ്ങൾ മിഡിൽ ലെവൽ മാനേജേഴ്സിന് കൈമാറും. മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ലോവർ ലെവൽ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സിന്റെ ആവശ്യമുണ്ട്. അവർക്ക് കുറെ അധികാരങ്ങൾ കൈമാറുന്നു. അപ്പൊ മാനേജർ ഹിയറാർക്കി വരികയാണ്. ഈ ലോവർ ലെവലിലുള്ള മാനേജേഴ്സ് ആവശ്യം വരുമ്പോൾ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. അത് എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോഴും എംപ്ലോയി ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴും ഒക്കെയാണ് അതിന്റെ സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യകത ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെലിഗേഷനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.